ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു എം ജി ടൈം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ജ്യൂസാണ്. ഓറഞ്ച് ക്യാരറ്റ് ജ്യൂസ്. ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാനും സ്കിൻ നല്ല ഗ്ലോ ആയിട്ടിരിക്കാനും ഹെൽപ്പ് ചെയ്യുന്ന ഈ ഒരു ഹെൽത്തി ജ്യൂസ് വെറും 5 മിനിറ്റിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അതെങ്ങനെയാണെന്ന് ഒന്ന് കണ്ടു നോക്കാം. അതിനെ ഞാനിവിടെ 2 ഓറഞ്ചാണ് എടുത്തിരിക്കുന്നത്. കൂടെ തന്നെ ഒരു വലിയ ക്യാരറ്റും എടുത്തിട്ടുണ്ട്. ചെറുതാണെങ്കിൽ 2 എണ്ണം, വലുതാണെങ്കിൽ 1 എണ്ണം എടുത്തിരുന്നാൽ മതി. ഇനി ഇതിന് തൊലിയെല്ലാം കളഞ്ഞ് ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ട് വരാം. ഇപ്പോൾ ഓറഞ്ചിൻ്റെ തൊലിയെല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് കുരുവോടുകൂടി തന്നെയാണ് നമ്മളിപ്പം മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഓറഞ്ചിൻ്റെ കുരു ഒന്നും മാറ്റിയിട്ടില്ല. തൊലിയെല്ലാം കളഞ്ഞ് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്ത ക്യാരറ്റ് മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് മധുരത്തിന് വേണ്ടി 1 ടേബിൾ സ്പൂൺ തേൻ ചേർത്ത് കൊടുക്കാം. ഇതൊരു ഹെൽത്തി ജ്യൂസ് ആയതുകൊണ്ട് തന്നെ പഞ്ചസാര ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. ഇനി ഇതിലേക്ക് മിൻറ്റ് ലീഫ് ഒരു 5 എണ്ണം ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ ചെറുനാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് തണുത്ത വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. ഇത് അരച്ചെടുക്കുന്ന സമയത്ത് ഫസ്റ്റ് സ്പീഡിലിട്ട് വേണം അരച്ചെടുക്കാനായിട്ട്. സെക്കൻഡ് സ്പീഡിലോ തേർഡ് സ്പീഡിലോ ഇട്ട് കൊടുക്കരുത്. സ്പീഡ് കൂട്ടി ഇട്ട് കൊടുത്താൽ ഓറഞ്ചിൻ്റെ കുരുവൊക്കെ അരഞ്ഞു പോകും. സ്പീഡ് കുറച്ചിട്ട് വേണം ഇത് അരച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. ഇതിപ്പോൾ നമ്മൾ നന്നായിട്ടൊന്ന് എല്ലാം ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു അരിപ്പയിലൂടെ ഒന്ന് അരിച്ചെടുക്കാം. ഇതിപ്പോൾ ഇതേപോലെ ഒരു സ്പൂൺ ഉപയോഗിച്ചൊന്ന് ഇളക്കി കൊടുത്താൽ പെട്ടെന്ന് തന്നെ നമുക്കിതൊന്ന് അരച്ചെടുക്കാനായിട്ട് പറ്റും. ഇനി നിങ്ങൾക്ക് ജ്യൂസിന് മധുരം കുറച്ചും കൂടെ വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ അരിച്ചെടുത്തതിന് ശേഷം നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്ത് എടുത്തിരുന്നാൽ മതി. ഇനി ഒരു ഹെൽത്തി ജ്യൂസായിട്ടാണ് വേണമെന്നുണ്ടെങ്കിൽ പഞ്ചസാര ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. ഇതിപ്പം അരിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് കുരു ഒന്നും അരിഞ്ഞു പോകാതെ തന്നെയാണ് ജ്യൂസ് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്കിതൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ജ്യൂസിന് അല്പം കട്ടിയുണ്ടെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിരുന്നാൽ മതി. ഞാനിപ്പം ജ്യൂസ് അരിച്ചെടുത്തതിന് ശേഷം 1/2 കപ്പ് തണുത്ത വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്തെടുത്തതാണ്. ജ്യൂസിന് തിക്നെസ് ഒക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റാവുന്നതാണ്. അത്യാവശ്യം കട്ടിയുള്ള ജ്യൂസാണ് വേണ്ടതെങ്കിൽ വെള്ളം കുറച്ച് മാത്രം യൂസ് ചെയ്യുക. അതല്ല കട്ടി കുറഞ്ഞ ജ്യൂസാണ് വേണ്ടതെങ്കിൽ അതനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്ത് എടുത്തിരുന്നാൽ മതി. ഇനി നമുക്ക് ജ്യൂസിലേക്ക് കുറച്ച് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കാം. കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടി ജ്യൂസിൻ്റെ മുകളിലേക്ക് മിൻറ്റ് ലീഫും കൂടെ വെച്ച് കൊടുക്കാം. സൈഡിൽ ഓറഞ്ചിൻ്റെ സ്ലൈസ് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തും കൂടെ ഒന്ന് കുത്തി വെച്ച് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് കുടിച്ച് നോക്കാം. അടിപൊളി, നല്ലൊരു റീഫ്രഷിംഗ് ആയിട്ടുള്ളൊരു ഹെൽത്തി ജ്യൂസാണ്. ഉറപ്പായും നിങ്ങൾക്ക് ഇഷ്ടമാകും. ഈ ഒരു ഹെൽത്തി ജ്യൂസ് ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനായിട്ട് മറക്കരുത്. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഈ ഒരു ഹെൽത്തി ജ്യൂസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടാതെ ഇതേപോലെയുള്ള റെസിപ്പികൾക്കായി ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.